ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. നല്ലൊരു ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി അടുത്തുള്ള കടയിൽ നിന്ന് ഒരു തേങ്ങ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല കുലുക്കി നോക്കിയപ്പോൾ നല്ല കുലുങ്ങണ തേങ്ങയാണ് വാങ്ങിച്ചുകൊണ്ടുവന്നത്. പക്ഷേ പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അവസ്ഥ നോക്കിയ ഫ്രണ്ട്സ്, പൂത്തിരിക്കണം. കുലുക്കി നോക്കിയപ്പോൾ നന്നായിട്ട് കുലുങ്ങുന്നുണ്ടായിരുന്നു. നമ്മൾ ഇതിൽ കൂടുതൽ തേങ്ങയ്ക്ക് അകത്ത് നിന്ന് നോക്കാൻ പറ്റുമോ? എന്ത് ചെയ്യാനാ നോക്കി, അകം മുഴുവനും പൂത്തിരിക്കണം. വെള്ളമാണെങ്കിൽ ചീഞ്ഞ വെള്ളം. അങ്ങനെ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കാനുള്ള ആഗ്രഹം അങ്ങോട്ട് ഉപേക്ഷിച്ചു. അപ്പോൾ വിചാരിച്ചു മീൻകറിയും മീൻ വറുത്തതും ഉണ്ട്, ഒരു മുട്ടയും കൂടി വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ വേണ്ട, മീൻകറിയും മീൻ വറുത്തതുണ്ടല്ലോ. അപ്പം മത്തിക്കറിയാണ് ഉണ്ടാക്കിയേക്കണേ, കുറച്ച് ചാറ് കൂട്ടി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഒഴിച്ച് കറിയായിട്ട് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ അതും ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് ചാള വറക്കുകയും ചെയ്തു. കുരുമുളകൊക്കെ ഇട്ട് നല്ലപോലെ വറുത്തു. അപ്പോൾ അതും ചോറും ഒക്കെ റെഡിയായി. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് എങ്ങോട്ടാണ് പോണേന്നല്ലേ? ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോകുന്നത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഇവിടെ എൻ്റെ മോക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ മാർക്ക് ലിസ്റ്റ് കിട്ടിയപ്പോൾ എല്ലാത്തിനും നല്ല മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു, അമ്മയച്ഛൻ ഇങ്ങനെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടല്ലോ, അപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങി തരുമോ എന്ന് ചോദിച്ചു. ഇവിടെ ഗിഫ്റ്റിന് ഒരുപാട് കളിപ്പാട്ടങ്ങളും പാവകളും എല്ലാം ഇരിക്കുന്നുണ്ട് കേട്ടോ. എവിടെ പോയാലും കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്, ഇതെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നാലും പരീക്ഷയ്ക്ക് മാർക്ക് നന്നായിട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മേടിച്ച് എന്താണെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് അകത്തേക്ക് കയറാവേ. അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഉണ്ടോയെന്ന്. ഈ പാവയായിട്ടും അതുപോലെ തന്നെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്താണ്ടല്ലോ. ഇപ്പോഴത്തെ പിള്ളേർ കണ്ടിട്ടുണ്ടാവും, ഒരു ദിവസം മാത്രമേ അതുകൊണ്ട് കളിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് 1-2 ദിവസം കഴിഞ്ഞാൽ അത് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് മൂലക്കിലേക്ക് വെക്കും. പിന്നെ അച്ഛനമ്മമാരുടെ പണിയെന്ന് വെച്ചാൽ അത് പൊടി തട്ടി വെക്കൽ തന്നെയാണ്. പിന്നെ അതൊന്നും എടുത്ത് അവർ കളിക്കത്തില്ല. കിട്ടിയ അവസരം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് TV കാണാൻ നോക്കും. അതും അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ മൊബൈൽ ഉണ്ടെങ്കിൽ ആ മൊബൈൽ എടുത്ത് ഗെയിം കളിക്കാൻ നോക്കും, അല്ലെങ്കിൽ കാർട്ടൂൺ കാണാൻ നോക്കും. ഇതൊക്കെയാണ് പിള്ളേരുടെ പണികൾ. പിന്നെ ഈ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് സത്യം പറഞ്ഞാൽ എന്തിനാ? പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ് എന്നിടത്ത് അവർ കളിക്കാനും പോകില്ല. പിന്നെ ഇതെല്ലാം ഇങ്ങനെ ഷോക്കേസിൽ ഇങ്ങനെ ഇരിക്കും, അത്ര തന്നെ അല്ലേ. അപ്പം നമ്മൾ ഈ കല്യാണിലെത്തി നേരെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നു കേട്ടോ. ലിഫ്റ്റിൻ്റെ അവിടെ ഭയങ്കര തിരക്ക്. അപ്പോൾ അവിടെ നിന്ന് നിൽക്കേണ്ട വെച്ചാൽ നേരെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നു കേട്ടോ. അത് 2ാമത്തെ ഫ്ലോറാണ്. ഇവിടെ വന്നപ്പോൾ കണ്ടത് നല്ല അടിപൊളി പെയിൻറ്റിങ്സ് ഒക്കെ വയ്ക്കാൻ പറ്റിയ നല്ല നല്ല പെയിൻറ്റിങ്സ് ആട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊന്നും കുട്ടികൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റിയതല്ല, എന്നാലും ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാൻ കാണിച്ചതാണ്. എനിക്ക് നല്ല ഇഷ്ടമായി കണ്ടപ്പോൾ. നല്ല നല്ല പെയിൻറ്റിങ്സ് ആണ് കേട്ടോ ഇരിക്കണൊക്കെ. എനിക്കറിയില്ലായിരുന്നു, ഞാൻ വിചാരിച്ചു 2nd ഫ്ലോറിലായിരിക്കും ഇങ്ങനെ ഇതൊക്കെ. പക്ഷേ ഇവിടെയല്ല കേട്ടോ, ഇതിൻ്റെയും മുകളിലെ ഫ്ലോറിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഒന്ന് നോക്കി. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലത്തെ ഷോക്കേസ് ഐറ്റംസ് ഒക്കെയാണ് ഈ ഫ്ലോറിലുള്ളത്. അപ്പം വന്ന് കണ്ടപ്പോഴത്തേനും ഈ വഴി ഇങ്ങനെ വന്ന് ഞാൻ നോക്കാറുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എവിടെയായിരുന്നു ഈ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. സാധാരണ കല്യാണം ഞങ്ങൾ മിക്കപ്പോഴും വരാറുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് അങ്ങനെ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കണൊക്കെ റയറാണ്. ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട്, പക്ഷേ ഏത് ഫ്ലോറാണ് ഞാൻ മറന്നുപോയി. അപ്പോൾ 2nd ഫ്ലോറിലേക്ക് കയറിയപ്പോൾ ഈ കാഴ്ചകൾ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ. നല്ല ഭംഗിയിലെ കാണാനായിട്ട് ഒരുപാട് ഷോക്കേസ് ഐറ്റംസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല പെയിൻറ്റിങ്സ് അതെല്ലാമാണ് ഈ ഫ്ലോറിൽ കണ്ടത്. അപ്പോൾ ഇവിടെ അല്ലാതെ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ പിന്നെ മുകളിലേക്ക് കയറി. നമ്മൾ സ്റ്റെപ്പ് കയറി പോകണമെങ്കിൽ ലിഫ്റ്റിൻ്റെ അവിടെ നല്ല തിരക്കാവും. ഒന്നാമതെ ശനിയാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് ലിഫ്റ്റിൻ്റെ അവിടെ ഒരുപാട് ആൾക്കാരിങ്ങനെ നിൽക്കും. അപ്പോൾ ചോദിച്ചാൽ ഇനിയിപ്പോൾ അവിടെ നിന്ന് സമയം കളയണ്ട എന്ന് പറഞ്ഞാണ് സ്റ്റെപ്പ് കയറിയത്. അപ്പോൾ നേരെ മുകളിലത്തെ ഫ്ലോറിലേക്ക് വന്നു കേട്ടോ. അതായത് നമ്മുടെ 3ാമത്തെ ഫ്ലോറിൽ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പെട്ടിയും കാര്യങ്ങളും അങ്ങനെ ലഗേജസ് അതൊക്കെയാണ് വിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് കളിപ്പാട്ടമുണ്ട്. അപ്പോൾ നമ്മളിതേ നോക്കുവാണ് കേട്ടോ, ഏതാണ് വാങ്ങിക്കേണ്ടത് എന്ന് നോക്കിയപ്പോൾ ഒരുപാട് പാവക്കുട്ടികൾ. എന്ത് രസമല്ലേ കാണാനായിട്ട് ഈ പാവകളൊക്കെ. എനിക്കിഷ്ടമാണ് കേട്ടോ. നമ്മൾക്കിപ്പോൾ ഈ പ്രായമായെങ്കിലും ഇതുങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും ഒന്ന് എടുക്കാൻ തോന്നിപ്പോവും. അത്രയ്ക്ക് ഭംഗിയുള്ള നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള പാവകൾ കേട്ടോ. ഇതൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചു കൊടുത്തതൊക്കെ ഇങ്ങനെ പൊടി തട്ടി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇതൊക്കെ കൊണ്ടുപോയി അകത്തുകൊണ്ട് വെക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഉപകാരമുള്ള എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. കാരണം ഈ കാണുന്ന ടെഡി ബെയറും ഇതെല്ലാം വീട്ടിലുള്ളതാണ്. ഒരുവിധം പാവകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് ഈ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പാവകളൊക്കെ എന്ത് ചെയ്യും, ഷോക്കേസിൽ ഇങ്ങനെ ഇരുന്നു പോവും. അപ്പോൾ നീ നോക്കിയപ്പോഴാണ് ഈ ഒരു പെൻസിൽ ബോക്സ് കണ്ടത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു വ്യത്യസ്തമായിട്ട് തോന്നി കേട്ടോ. കാറിൻ്റെ ഷേപ്പ്, കാറെന്ന് പറയാൻ പറ്റില്ല, പോലീസ് കാറിൻ്റെ ഷേപ്പിലുള്ള പെൻസിൽ ബോക്സ്. അപ്പോൾ ഇതെടുത്താലോ എന്നിങ്ങനെ ഓർത്തു ഞാൻ. പിന്നെ ഈ സൈഡിലൂടെ പോന്നപ്പോൾ ടെഡി ബെയറുകളുടെ ഒരു മേളമാണ്. നല്ല ഭംഗിയുണ്ടല്ലോ ഈ ടെഡി ബെയറിനെ കാണാനായിട്ട്. ഞാൻ വിചാരിച്ചത് ഇത് എപ്പോഴെങ്കിലും ഒരു ദിവസം ഒന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞുള്ള ബർത്ത്ഡേക്ക് എപ്പോഴെങ്കിലും. പക്ഷേ ഇതിനെ ഒരു ദിവസം കൊണ്ട് തന്നെ കളർ മാറിക്കിട്ടും. ഈ കളറൊക്കെ വാങ്ങിച്ചു കൊടുത്താലേ എന്തെങ്കിലും അഴുക്കായി കഴിഞ്ഞാൽ തീർന്നു കാര്യം. അപ്പോൾ വിചാരിച്ചത് പിന്നെ എപ്പോഴെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു പെൻസിൽ ബോക്സ് ഒക്കെ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും. പെൻസിൽ ബോക്സുകളാകുമ്പോഴത്തേനും ക്ലാസ്സിൽ മാറി കൊണ്ടുപോവുകയും ചെയ്യാമല്ലോ. പക്ഷേ ഈ കാറുണ്ടല്ലോ ഇങ്ങനെ പോലീസ് കാറിൻ്റെ ഷേപ്പിലുള്ള പെൻസിൽ ബോക്സ് നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അവിടെ നിന്നൊന്നും കിട്ടിയെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. കവറിലൊക്കെ ആക്കി നല്ല ഭംഗിയുണ്ട്. ഈ നീല കളറിലും ഉണ്ട്, പിന്നെ ബ്ലാക്കും ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് കറുത്താണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയത്. അപ്പോൾ പിന്നെ അതങ്ങോട്ട് എടുത്തു കേട്ടോ. ബ്ലാക്ക് കളർ നല്ല ഭംഗിയില്ലേ, കാരണം അതിൻ്റെ ആകൃതി
തന്നെ ഒരു കാറിൻ്റെ ആകൃതിയാണ്. അതിനകത്ത് പടം ഒട്ടിച്ചേക്കണത് ഒന്നുമല്ല, ഭയങ്കര ഭംഗിയായിട്ട് തോന്നി, ഒരു വ്യത്യസ്തമായിട്ട് തോന്നി. അപ്പോൾ അതെടുത്തു. അപ്പോൾ അതാകുമ്പോഴത്തേനും ക്ലാസ്സിൽ കൊണ്ടുപോകുകയും ചെയ്യാം, എന്തെങ്കിലും ഉപകാരമുള്ള സാധനമാണ്. നമ്മൾ വെറുതെ കൊണ്ടുപോയി പാവകളെ കൊണ്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഇതിങ്ങനെ പൊടി പിടിച്ചിരിക്കാമല്ലോ, ഒരു കാര്യമില്ല. പിന്നെ കളിപ്പാട്ടങ്ങളാണെങ്കിൽ കൊണ്ട് ഒറ്റ ദിവസം കളിച്ചാൽ മാറ്റി അങ്ങോട്ട് ഇട്ടാൽ പിന്നെ എടുക്കത്തൂല്ല. അങ്ങനെ ആ പെൻസിൽ ബോക്സ് അങ്ങോട്ട് സെലക്ട് ചെയ്തു. പിന്നെ വന്ന വഴികളിൽ ഞാൻ ഇങ്ങനെ നോക്കി, പാവകളും ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ എല്ലാം 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ അന്ന് വാങ്ങിച്ചിട്ട് ഇനി കാര്യമില്ലല്ലോ. പക്ഷെ പല വെറൈറ്റി പാവ എനിക്കിത് ഈ ഒരു കളർ ഭംഗിയായിട്ട് തോന്നി. നമുക്ക് ഈ ഒരു പ്രായത്തിലാണെങ്കിലും ഇതിനെ കണ്ടപ്പോൾ എടുത്തത് തൊട്ട് നോക്കാൻ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇതിനെടുത്ത് നല്ല രസമുണ്ടല്ലേ ഇതൊക്കെ കാണാനായിട്ട്. നല്ലൊരു ടെഡി ബെയറും നമ്മുടെയൊക്കെ ഒരു ഏജിൽ ഇങ്ങനെയൊക്കെ എനിക്കറിയത്തില്ല, ടെഡി ബെയറും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നോ കളിപ്പാട്ടങ്ങൾ, എനിക്കറിയില്ല. എനിക്ക് ടെഡി ബെയറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ. അപ്പോൾ അതൊക്കെ ഇപ്പോഴല്ലേ ഈ ടെഡി ബെയറൊക്കെ വന്നേക്കണത്, ഇപ്പോൾ ഒരു 10-20 വർഷത്തിൻ്റെ ആ ഒരു സമയത്താണല്ലോ ഇങ്ങനെയൊക്കെ. അപ്പോൾ അതേ കാർ എടുത്തു കേട്ടോ, അതിനെടുത്തു. പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുകയാണ്. ഇതിന് ബാർബിയൊക്കെ വീട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ബാർബികളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്ന് ഭയങ്കര കളിയാണ്. ബാർബീനെ ബാഗ് ഇടിക്കൽ, കയ്യിൽ കൂളിംഗ് ഗ്ലാസ് വെക്കൽ. ഒരു 2 ദിവസം കഴിഞ്ഞാൽ ബാർബീനെ പിന്നെ അവിടെ മൂലയ്ക്ക് കാണും. അപ്പോൾ പിന്നെ ബാർബീനൊന്നും വാങ്ങിക്കാൻ പോയില്ല. ഈ ഒരെണ്ണം വാങ്ങിച്ചു. ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ജീൻസിൻ്റെ ഒരു ടോപ്പ് കൂടി എടുക്കാമെന്ന്. ഓക്കെ, മോക്കാണ് കേട്ടോ. അപ്പോൾ ജീൻസ് ഉണ്ടപ്പോൾ ടോപ്പാകുമ്പോൾ മാറി ഇടുകയും ചെയ്യാമല്ലോ. നല്ല ടോപ്സ് ഉണ്ടോ നോക്കാൻ വേണ്ടി മുകളിലേക്ക് കയറി. കല്യാണിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ്. ഇതെനിക്കൊന്ന് 4ാമത്തെ ഫ്ലോറാണ് കേട്ടോ. കുറേ വെറൈറ്റി ടോപ്സൊക്കെ ഉണ്ട്, ഒരുപാടൊന്നുമില്ല സെലക്ഷൻ, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ കറുത്ത കളറൊക്കെ ഉണ്ട് മോക്ക്, അപ്പോൾ അതുകൊണ്ട് അതെടുത്തില്ല. പിന്നെ നോക്കി വന്നപ്പോഴത്തേനും എനിക്കൊരു ഭംഗിയുള്ള ഒരു ടോപ്പ് എൻ്റെ കണ്ണിൽ പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഒരു ബനിയൻ ടൈപ്പ്. അതിൻ്റെ മുകളിലൊരു ഓവർകോട്ട് പോലെയുള്ള ഒരു ക്രീം കളർ, പക്ഷെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ അതിനെടുത്തപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അത് ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത്. എങ്ങനെയുണ്ടത്? ഒരു ബനിയൻ ടൈപ്പാണ്. അതിൻ്റെ മുകളിൽ നല്ലൊരു ഓവർകോട്ട് പോലെ ഫുൾ കൈയൊക്കെ ആയിട്ട് കുറച്ച് ബ്രൗൺ പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഇലാസ്റ്റിക് ടൈപ്പ് മെറ്റീരിയലാണ്, നല്ലൊരു സോഫ്റ്റ് പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണം അതും എടുത്തു. അപ്പോൾ ഒരു പെൻസിൽ ബോക്സ് കൊടുത്തു, ഈ ഒരു ടോപ്പ് കൊടുത്തു. രണ്ടും ആണെങ്കിൽ എന്താണെങ്കിൽ ഉപകാരമുണ്ട്. ഈ ഒരു ഡ്രസ്സാണല്ലോ എന്താണെങ്കിൽ. പിന്നെ മറ്റേത് പെൻസിൽ ബോക്സ് സ്കൂളിൽ കൊണ്ടുപോകുകയും ചെയ്യാം. ഇതൊക്കെ ഒരുപാട് വെറൈറ്റി ഡ്രസ്സുകളൊക്കെ അവിടെ കിടക്കണ കണ്ടത് നമ്മൾ എടുത്തില്ല കേട്ടോ. ഞാൻ എടുത്തത് ആ ഒരു ജീൻസിൻ്റെ ടോപ്പാണ് എടുത്തത്. അതും അതുപോലെ തന്നെ ഈ ഒരു പെൻസിൽ ബോക്സും. എന്തായാലും വാങ്ങിച്ചേക്കണത് രണ്ടും ഉപകാരപ്രദമായതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. അത് കൊണ്ട് മൂലയ്ക്ക് കൊണ്ട് കൂട്ടിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു. നേരെ കൊണ്ട് ബില്ലടിക്കാൻ കൊണ്ടുപോയി. ബില്ലടിച്ചിട്ട് അത് രണ്ടും കൂടി ഒരു ഗിഫ്റ്റ് റാപ്പിൽ പൊതിഞ്ഞ് ഒരു പാക്കിലാക്കി വാങ്ങിച്ചു കേട്ടോ. ഒരു സമ്മാനമാണല്ലോ. അപ്പോൾ കുഞ്ഞിന് മോക്കാണെങ്കിലും കൊച്ചിനാണെങ്കിലും സമ്മാനമായിട്ട് തന്നെ കൊടുക്കാം എന്ന് വിചാരിച്ച് അതിനൊക്കെ ഗിഫ്റ്റ് റാപ്പിൽ പൊതിഞ്ഞു എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച ഒരു ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റും 2 പക്ഷേ ഒരു പാക്കായിട്ട് പൊതിഞ്ഞത് കേട്ടോ. രണ്ടും നല്ലതായിട്ട് തോന്നി. ആ കാറും അതുപോലെ തന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പും നല്ല രസമുണ്ട്. ജീൻസിൻ്റെ കൂടെ നന്നായിട്ട് ചേരും. മോക്കാണെങ്കിൽ ബ്ലൂ ജീൻസും അതുപോലെ തന്നെ ഒരു ആഷ് കളറല്ല, നമ്മുടെ ചാര കളർ, അങ്ങനത്തെ 2 ജീൻസാണുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ രണ്ടിൻ്റെയും കൂടെയും ഇത് ചേരും. ഇനി ബ്ലാക്ക് ജീൻസിൻ്റെ ഒപ്പം ആണെങ്കിലും ഈ ടോപ്പ് ഏതിൻ്റെ കൂടെ നന്നായിട്ട് യോജിക്കും. അപ്പോൾ എന്താണ് ഇനി ഉപകാരപ്രദമായ 2 സമ്മാനമൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോരുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ട് വേണം ഗിഫ്റ്റ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ 2 ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? അതുപോലെ തന്നെ ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഒരു ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ഇതിൽ കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.